ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരും? അല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്കൊരു സംശയം. നമ്മൾ ഈ 20 മണ്ഡലങ്ങൾ പറഞ്ഞല്ലോ, അവിടെയൊക്കെ മിക്കവാറും സിറ്റിംഗ് എം പിമാരായിരിക്കും മത്സരിക്കുക എന്നാണ് പറഞ്ഞു വന്നത്. വയനാട് സിറ്റിംഗ് എം പി തന്നെ മത്സരിക്കാനാണ് സാധ്യത. രാഹുൽ ഗാന്ധി എവിടെന്നെങ്കിലും മത്സരിക്കണ്ടേ? രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വയനാട് തന്നെ മത്സരിക്കണമെന്നൊന്നുമില്ലല്ലോ. അല്ല, കോൺഗ്രസിനെ സേഫ് സീറ്റ് ഒരുപാടൊന്നുമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി എന്തായാലും ഉത്തരേന്ത്യയിൽ എവിടെയും മത്സരിക്കും. അമേത്തി തന്നെ ആയിരിക്കുമോ, അതോ ഇപ്പോൾ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല, ചിലപ്പോൾ റായ്ബറേലിയിലായിരിക്കും. രാഹുലിനെ കർണാടകയിൽ നിന്ന് മത്സരിപ്പിക്കണം ഉള്ള നീക്കമൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും രാഹുൽ വയനാട് വിടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ രാഹുൽ വന്നില്ലെങ്കിൽ സംഭവങ്ങളാകെ മാറും. രാഹുൽ വന്നില്ലെങ്കിൽ സംഭവം മാറും. രാഹുൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഒരു കോൺഫിഡൻസ് ആയല്ലോ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ഉണ്ടാവുമെന്ന്. വയനാട്ടിൽ കാര്യമൊന്നും മാറില്ല, ഓവറോളാണ് ഞാൻ പറഞ്ഞത്. അല്ല, കഴിഞ്ഞ തവണത്തെ ഒരു ഓളവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ തവണത്തെ ഓളം അതുപോലെയൊന്നും ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് അതൊരു ബലമാണ്, ഒരു ഊർജ്ജമാണ്. ഞാൻ വിചാരിക്കുന്നില്ല രാഹുൽ വയനാടിനെ കളഞ്ഞിട്ട് പോകുന്നു. കഴിഞ്ഞ തവണത്തെ കണക്ക് കണ്ടാലുണ്ടല്ലോ, കേരളത്തിൽ ഇന്നേ വരെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷമാണ്. 4,30,000-ൽ പരം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചത്. അപ്പോൾ അതാലോചിക്കണം. ഇതുപോലത്തെ ഒരു റിസൾട്ട് വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ മലയാളികൾ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ജയിച്ച പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നുള്ള ആള്, പിന്നെ BJPക്ക് എതിരായിട്ടുള്ള ബദല്, അങ്ങനെ കുറെ സാധനങ്ങൾ നടന്നു. ഇത്തവണ അതല്ല രാഷ്ട്രീയ കാലാവസ്ഥ. അല്ല, ഇത്തവണ അതല്ല രാഷ്ട്രീയ കാലാവസ്ഥ. പക്ഷേ ഇവിടെ എല്ലാം ഡൺ ഡീലാണെന്നൊന്നുമില്ല. ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ഷെയറിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്നു, പലയിടത്തും മുന്നണിയായി മത്സരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനും അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾക്കും അധികാരത്തിൽ വരാൻ പാടില്ലായൊന്നുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേതുപോലെയുള്ളൊരു അന്തരീക്ഷം ഇല്ലെങ്കിലും ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ ബ്ലോക്കിനെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നു എന്നൊരു പ്രതീതി ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോഴേക്ക് വരും. പിന്നെ ഈ CPM-നെ പിണക്കണ്ട. ഇന്ത്യ സഖ്യത്തിലെ ഒരു ഘടകകക്ഷിയാണല്ലോ CPM. CPM-നെയോ അല്ലെങ്കിൽ CPI-യോ ഒക്കെ പിണക്കണ്ട. ഞാൻ BJPക്കെതിരെ മത്സരിക്കേണ്ട, ഞാൻ അവിടെ പോയി CPI-യുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കണോ എന്നൊക്കെയുള്ള തോട്ടിൽ രാഹുൽ ഗാന്ധി വരാതിരുന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സീറ്റല്ലേ വയനാട്. അതെ, കഴിഞ്ഞ തവണ അവിടെ നോക്കുവാണെങ്കിൽ ഈ BDJs ആണ് സീറ്റ് ചോദിച്ച് കുറച്ച് മേടിച്ച് അവിടെ നിന്ന് മത്സരിക്കുക. പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വാധീനങ്ങളൊന്നുമില്ലാത്ത ഒരു പാർട്ടി അവിടെ വന്ന് മത്സരിക്കുന്നു. എതിരെ മത്സരിച്ച് CPI ആണ്. ഈ രാഹുൽ ഗാന്ധിയെ പോലെ വലിയൊരു കാൻഡിഡേറ്റിനെതിരെ, ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിനെതിരെ അവർ മത്സരിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കുന്നൊരു വക വേണ്ടായിരുന്നു. അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് CPI മത്സരിക്കുന്ന സീറ്റാണ്. 2009-ലാണ് വയനാട് മണ്ഡലം ഉണ്ടാകുന്നത്. 2009 മുതൽ CPI ആണ് മത്സരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും നല്ല മത്സരം വന്നത് 2014-ലാണ്. സത്യൻ മൊകേരി മത്സരിച്ചപ്പോൾ, സത്യൻ മൊകേരി MI ഷാനവാസും തമ്മിൽ മത്സരിച്ചപ്പോൾ വളരെ കുറവായിരുന്നു ഭൂരിപക്ഷം. എനിക്ക് തോന്നുന്നു 20,000-ന്റെ പരിസരത്ത് മാത്രമായിരുന്നു MI ഷാനവാസിന്റെ ഭൂരിപക്ഷം. അതിനും അദ്ദേഹം 1,00,000-ൽ കൂടുതൽ വോട്ടിനാണ് ആദ്യത്തെ തവണ ജയിച്ചത്. 2014-ൽ ടൈറ്റായി. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്നത് വെറും ചടങ്ങാണ് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി അല്ലായിരുന്നെങ്കിൽ CPIക്ക് ആ മണ്ഡലം പിടിക്കാൻ പറ്റുമായിരുന്നു. ടഫാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാട് മണ്ഡലത്തിൻ്റെ ഒരു കോമ്പോസിഷൻ ശരിക്കും UDF-ന് നല്ല മേൽക്കൈ ഉള്ളതുപോലെയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളുണ്ട്. വണ്ടൂരുണ്ട്, നിലമ്പൂരുണ്ട്, ഏറനാടുണ്ട്, തിരുവമ്പാടി കോഴിക്കോട് ജില്ലയിൽ നിന്ന്, പിന്നെ വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് ഈ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി. ഇതിലിപ്പോൾ തിരുവമ്പാടി അതുപോലെ തന്നെ നിലമ്പൂരൊക്കെ LDF-ന്റെ കയ്യിലാണ് സംബന്ധിച്ചത്. അതൊക്കെ നിയമസഭാ ഇലക്ഷനിലെ കടുത്ത പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. ബാക്കി ഈ പറഞ്ഞ മലയോര മണ്ഡലങ്ങളൊക്കെ എന്ന് പറയുന്നത് പൊതുവെ UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇത്തവണ ആനി രാജ വന്നിട്ട് വേർക്കേണ്ടി വരുമോ? ആനി രാജ വരുന്നത് ഒരു ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി കണ്ടിട്ടാകാം. ആനി രാജ എന്തായാലും നല്ല കാൻഡിഡേറ്റ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. BJPയുടെയും പ്രധാനപ്പെട്ട, രാഹുൽ ആണെങ്കിൽ BJP ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തിരുവനന്തപുരത്ത് പറഞ്ഞു കേട്ട പോലത്തെ കുറെ കഥയൊക്കെ വയനാടിനെ പറ്റി. പക്ഷെ ഒരു കാര്യമില്ല, കാരണം BJPക്ക് 1,00,000 വോട്ട് പോലും നേടാൻ കഴിയുന്ന അറ്റ്മോസ്ഫിയർ അല്ല. അപ്പോൾ BJP ഇപ്പോൾ ആരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാലും അവർക്ക് വോട്ട് ചെയ്യാൻ കൂടെ ആൾ വേണ്ടേ അവിടെ. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമോ തൃശ്ശൂരോ പാലക്കാടോ ഒന്നും പോലെയുള്ളൊരു മണ്ഡലമേ അല്ല വയനാട്. ഇനിയിപ്പോൾ സ്മൃതി ഇറാനി അമേത്തിക്ക് പുറമെ ഇവിടെ കൂടെ മത്സരിക്കുന്നു എന്നങ്ങ് വിചാരിക്കുക. പക്ഷേ തീരെ വോട്ട് അവർക്ക് സമാഹരിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ ആ മണ്ഡലത്തിലില്ല. ആ മണ്ഡലത്തിന്റെ ഒരു ഡെമോഗ്രഫി അങ്ങനെയാണ്. അപ്പോൾ BJPക്ക് ശക്തി തെളിയിക്കാൻ പ്രത്യേകിച്ച് റോളൊന്നും വയനാട്ടിലില്ല. മാത്രമല്ല CPIയെ സംബന്ധിച്ചിടത്തോളം അവരൊരു പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വയനാട്ടിനെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമായ കൗതുകമൊന്നും. പക്ഷേ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട്. കാത്തിരിക്കാം.